Assalamu alaikum. Hi my dear butterflies. It's me, your Farida ma'am, your English teacher. So welcome back to my English class. I hope you people are doing fine and safe at home. Today also let's start the class with dua for knowledge. Rabbi Yassir, wala tu'assir, wa tammim bil khair, wa bika nasta'inu, ya fatahu, Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay, we know that we have finished the lesson 7 through WhatsApp audio clip, isn't it? നമ്മൾ വാട്സാപ്പിൽ ഓഡിയോ ക്ലിപ്പ് വഴി നമ്മൾ ലെസൺ 2 ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മാഷാല്ലാ, നല്ലൊരു ലെസൺ ആയിരുന്നു. അൽഹംദുലില്ലാ, വി ഹാവ് ഫിനിഷ് ദ ലെസൺ. ഐ മീൻ ദ ലെക്ചർ ഇല്ലേ, അതിൻ്റെ ആ ഒരു കഥയുടെ എക്സ്പ്ലനേഷൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറി, 4 ഫ്രണ്ട്സിൻ്റെ സ്റ്റോറി പഠിച്ചു നമ്മൾ ഇല്ലേ. സോ നൗ വി ക്യാൻ ഗോ ഫോർ ദ വൊക്കാബുലറി ജംഗ്ഷൻ. വാട്ട് ഇസ് ഇറ്റ്? വൊക്കാബുലറി ജംഗ്ഷൻ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള വൊക്കാബുലറി ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് നോട്ട്സൊക്കെ കിട്ടിയില്ലേ? നോട്ട്സൊക്കെ മിസ്സ് സെൻഡ് ചെയ്തില്ലേ? എല്ലാവരും എഴുതിയെടുത്തോ? എല്ലാവരും അത് കോപ്പി ചെയ്തിട്ടുണ്ടോ? എല്ലാവരും കോപ്പി ചെയ്തെന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ ടുഡേ നൗ ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 67. എല്ലാവരും പേജ് നമ്പർ 67 എടുത്തേ. So today we are going to start with vocabulary junction, and here we go. Read the sentence from the story. Cuckoo carries Monty on his back and soars away. And soars away. എന്താണ് ആ വാക്ക്? soars away അല്ലേ? സോ എന്തെന്നാ പറയുന്നത്? കുക്കു carries Monty on his back and soars away. കുക്കു മോണ്ടിനെ ബാക്കിലിരുത്തിയിട്ട് നല്ല സ്പീഡിന് പറന്നു പോയില്ലേ? The word soars tell us about the way Cuckoo flew in the sky after Monty sat on his back. അപ്പോൾ ഇതിൽ ഈ വാക്കിൻ്റെ അർത്ഥം, ഈ വാക്ക് നമ്മളോട് പറയുന്നത് എന്തെന്നാണ്? ഇത് പറയുന്നത് കുക്കു എങ്ങനെയാണ് മോണ്ടിയെ പുറത്തിരുത്തി പറന്നത്, കുക്കു പറന്ന രീതി, അതാണ് ഈ വേർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Just like humans walk, different animals move differently. There are different words that describe how animals move. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മനുഷ്യർ നടക്കുമ്പോൾ തന്നെ നടക്കുന്നു എന്ന് പറയും അല്ലേ? വി വാക്ക്, ഹ്യൂമൻസ് വാക്ക്, ഹ്യൂമൻസ് വാക്ക്. എന്താണ് ഹ്യൂമൻസ്? മനുഷ്യരല്ലേ? ഹ്യൂമൻസ് മനുഷ്യർക്കാണ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്, ഹ്യൂമൻ ബീങ്സ് എന്ന് പറയും. ഓക്കെ, സോ ഹ്യൂമൻ ബീങ്സ് ഹൗ ദേ മൂവ്, നമ്മുടെ മൂവ്മെൻറ്റ്, നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതിന്, ചലിക്കുന്നതിനെയാണ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഓരോ വേർഡ് ഉണ്ട്. ഓക്കെ, സോ ഹൗ വി മൂവ്, വി വാക്ക് അല്ലേ? നമ്മൾ വാക്ക് ചെയ്യും, റൺ ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ വാട്ട് വി യൂഷ്വലി ഡു, വി യൂഷ്വലി വാക്ക്. നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും? നടക്കും അല്ലേ? വാക്ക് ചെയ്യും. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ആനിമൽസ് ഓൾസോ ഹാവ് വെയർ ഓൺ മൂവ്മെൻറ്റ്സ്. അതുപോലെ തന്നെ ആനിമൽസിന് അവരുടേതായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ മൂവ്മെൻറ്റ്സിന് പല പല പേരുകളാണ് പറയുക. ഫോർ എക്സാമ്പിൾ ഫ്രോഗ്. ഇപ്പോൾ ഫ്രോഗ് ആണെങ്കിലോ, ഫ്രോഗ് എന്നാ ചെയ്യും? നടന്നു പോകുമോ? നോ, അത് ചാടും അല്ലേ? അത് ഹോപ്പ് ചെയ്യും. ആൻഡ് വാട്ട് അബൌട്ട് സ്നേക്ക്, സ്ലിത്തർ ഇല്ലേ? അതിങ്ങനെ എഴഞ്ഞെഴഞ്ഞായിരിക്കും പോവുക. അങ്ങനെ ആ എഴയുന്നതിന് നമ്മൾ മലയാളത്തിൽ എഴയുന്നെന്ന് പറയും. അപ്പോൾ ഇംഗ്ലീഷിൽ എന്നാ പറയും? സ്ലിത്തർ. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ ഫ്രോഗ് ചാടുന്നെന്ന് പറയും, ഇംഗ്ലീഷിൽ എന്നാ പറയും? ഹോപ്പ്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ആനിമൽ മൂവ്മെൻറ്റ്സ് ഓൾസോ ഹാവ് special names for that. So today we are going to learn about those movements. Okay, so now turn the page. So there in page number 68 we can see a table, and there they had given animal and their movement. So at first they had given elephants. Elephants, what they do? They stomp. Elephants, what they do? They stomp. What's the movement of elephant called? Stomp. അപ്പോൾ എലിഫൻറ്റിൻ്റെ മൂവ് ചെയ്യുന്നതിന് പറയുന്ന പേര് എന്നതാണ്? എലിഫൻറ്റ് സ്റ്റോംപ് ചെയ്യുന്നു എന്ന് പറയും. എന്ത് പറയും? സ്റ്റോംപ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ വാട്ട്? ഹെൻസ്. വീട്ടിൽ കോഴികളില്ലേ? എല്ലാവർക്കും കോഴികളൊക്കെ ഇഷ്ടമാണോ? ഓക്കെ, ഹെൻസ് എങ്ങനെയാണ് പോകുന്നത്? ഹെൻസിൻ്റെ മൂവ്മെൻ്റ് ഇല്ലേ? ഹെൻസാണ് നടന്നു പോകുന്നതിന് എന്നാ പറയും? സ്ട്രട്ട്. വാട്ട് ഇസ് ഇറ്റ്? സ്ട്രട്ട്. ആൻഡ് തേർഡ് വൺ പെൻഗ്വിൻസ്. ഈ ടേബിൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. ഈ ടേബിൾ എന്തായാലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം, പഠിച്ചേ പറ്റും. മിസ് ക്വസ്റ്റ്യൻ ചോദിക്കുക എക്സാമിനൊക്കെ. പെൻഗ്വിൻസ് വൂബൽ. പെൻഗ്വിൻസ് വൂബൽ. ഇത് എക്സാമിന് വേണ്ടി മാത്രം പഠിക്കരുത്, ഇത് നിങ്ങൾ ലൈഫ് ടൈം മുഴുവൻ ഓർത്തിരിക്കണം. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേനും ആൻസർ പറയാൻ വേണ്ടിയിട്ട് മാത്രം ആകരുത്. നമുക്കത് ഭാവിയിൽ നമ്മുടെ ഫ്യൂച്ചറിൽ ഹൗ ക്യാൻ വി
മേക്ക് ദ യൂസ്. നമുക്ക് അതിൽ നിന്ന് എങ്ങനെ നമുക്കത് ഒരു ഉപയോഗം ഉണ്ടാക്കാൻ സാധിക്കും അത് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോന്നും പഠിക്കാൻ. നമുക്കത് ഭാവിയിൽ എങ്ങനെയൊക്കെ ഹൗ ക്യാൻ വി യൂട്ടിലൈസ് ദാറ്റ് ഇൻ അവർ ഫ്യൂച്ചർ, അത് നമ്മുടെ ഫ്യൂച്ചറിൽ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നും കൂടെ ആലോചിക്കണം അല്ലേ. പലപ്പോഴും നമ്മൾ പഠിക്കുന്നത് എക്സാമിന് പഠിക്കുന്നത് ആൻസർ എഴുതി മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേങ്കിലോ നമുക്ക് പലപ്പോഴും ആ വേർഡ്സ് ഇപ്പം മീനിങ്സ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീനിങ്സ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമെങ്കിലേ നമുക്ക് എന്ത് പറ്റുള്ളൂ, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴത്തേനും ആ ഒരു വേർഡ് ആ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് ഫോർ യുവർ ഫ്യൂച്ചർ ടു. സോ try to keep this in mind always. Next, fourth one, snakes. Snakes. Then fifth one, frogs. Sixth, rabbits. This is given in your textbook. I just need to read. That's why I'm writing this on the board. Okay. Then comes bees. Then ants. Then comes monkeys. Okay. So okay, then snakes slither. Then what? Frogs jump. Hop ചെയ്യുന്നു jump ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ. Rabbits hope. Duck waddle. Duck എന്നാ ചെയ്യും? Waddle. Bees hover. Ants march. Ants മാർച്ച് ചെയ്യില്ലേ, പട്ടാളക്കാർ മാർച്ച് ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് പോകുന്ന കണക്ക് വരിവരിയായിട്ടല്ലേ അവർ പോകുന്നത്, അതുകൊണ്ടാണ് മാർച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് അല്ലേ. മങ്കീസോ അവരിങ്ങനെ ഊഞ്ഞാലാടി പോവും, അവരിങ്ങനെ ഊഞ്ഞാലാടിയാണ് നടക്കുന്നത് അല്ലേ. അവരിങ്ങനെ ഒരു മരത്തിൽ നിന്ന് വേറെ മരത്തിലേക്ക് ഇങ്ങനെ ഊഞ്ഞാലടിച്ചടിച്ചടിച്ചടി പോകും. അപ്പോൾ അതുകൊണ്ടാണ് സ്വിങ് എന്ന് പറയുന്നത്. സോ ലെറ്റ് മീ റീഡ് വൺസ് അഗൈൻ ഫോർ യു, ജസ്റ്റ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. എലിഫന്റ് stomp. Hens strut. Penguins wobble. Snakes slither. Frogs jump. Rabbits hop. Duck waddle. Bees hover. Ants march. Monkeys swing. Okay, so these are the animal names and these are the movements of those animals. അപ്പോൾ ആ ആനിമൽസിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. Now we can go for the activity which is given in the textbook in the same page. അതേ പേജിൽ തന്നെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. So all of you please get ready with a pencil and eraser. ഇറേസർ റോങ് ആയി കഴിഞ്ഞാൽ റബ്ബ് ചെയ്യണ്ടേ നമുക്ക്. So all of you keep that pencil beside you. Get ready to do the activity. അപ്പോൾ നമുക്ക് നോക്കാം. So the first activity, use the movement words given in the box and complete the sentences. അപ്പോൾ ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർഡ്സ് അത് നോക്കിയിട്ട് എന്നാ ചെയ്യണം, ആ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന പറഞ്ഞാൽ മൂവ്മെൻറ്റ്സ് ആണ്, ഓരോ ആനിമൽസിൻ്റെയും മൂവ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അത് നോക്കിയിട്ട് പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്. ഫ്രം ദിസ് ബ്രാക്കറ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ, കറക്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ ആനിമൽ വിച്ച് ഇസ് സ്യൂട്ടബിൾ ഫോർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അതിന് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് സ്യൂട്ടാകുന്ന ആൻസർ നമുക്ക് അതിൽ നിന്ന് എടുത്തെഴുതണം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. Here we go. First, let me write the brackets first. And it is stomp. Then what? Swing. Then slither. Hope. Waddle. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ദേ ഒരു പാമ്പ് എഴഞ്ഞു പോകുന്നു എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ പാമ്പ് എന്ന് പറഞ്ഞാൽ സ്നേക്ക് എന്നറിയാം, അതിൻ്റെ മൂവ്മെൻറ്റ് പറയാൻ നമുക്കറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ മൂവ്മെൻറ്റ്സ് എല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം വെൻ യു സ്പീക്ക് അബൌട്ട് ദ ആനിമൽസ് ഓർ ആനിമൽ മൂവ്മെൻറ്റ്സ് യു ക്യാൻ ഡു ദ സെയിം. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ. Sometimes listen here, okay? Sometimes ducks dash in a circle. Sometimes ducks dash in a circle. Second question. Answer we can write later on. First I'll copy the things, okay? Strong back, legs, help,
The kangaroo dash a long way. Dash a long way. Then what? Snakes dash in the grass. Next, bees dash over flowers. Okay, so listen here. Sometimes ducks dash in a circle. So which is the suitable movement from here? Just see that. Stomp, swing, slither, hop, waddle, hover. ഇതിന്ന് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ക്യാൻ എനിവൺ സേ? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചോ? നമ്മളിപ്പോൾ കുറേ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ടെക്സ്റ്റ് ബുക്കിൽ കുറേ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഹാവ് എ ലുക്ക് ഓൺ ഇറ്റ്. അതിലൊന്ന് നോക്കിക്കേ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. യു ക്യാൻ യൂസ് ദ ടേബിൾ ഓൾസോ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ആൻസേഴ്സ്. യു ക്യാൻ യൂസ് ഇറ്റ്. ആ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. Anyway, I'm going to tell you. The answer is waddle. What is it? Waddle. Mashallah. Okay. So sometimes ducks dash in a circle. What is the answer? Waddle. So you have to write waddle on that blank. Okay. ആ ബ്ലാങ്കിനകത്ത് നിങ്ങൾ ഇത് എഴുതുക. Now second question. Strong back legs help the kangaroo dash a long way. Kangaroo. നിങ്ങൾ കങ്കാരു എന്ന് പറയില്ലേ നമ്മൾ മലയാളത്തിൽ? അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക? കാംഗ്രൂ. അപ്പോൾ കാംഗ്രൂവിന് നമുക്കറിയാം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബാക്ക് ലെഗ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് അതുള്ളത് കാരണം അതിന് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ദൂരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഹോപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? ഇറ്റ് ക്യാൻ ഹോപ്പ്. ഹോപ്പ് എ ലിറ്റിൽ, ജമ്പ് എ ലിറ്റിൽ, 1 2 3. അങ്ങനെ പാട്ട് കേട്ടിട്ടില്ലേ? റൺ എ ലിറ്റിൽ, സ്കിപ്പ് എ ലിറ്റിൽ. അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? നമ്മൾ പണ്ട് ആക്ഷൻ സോങ് പഠിച്ചിട്ടുണ്ടല്ലേ അത്. അപ്പോൾ ആ ഹോപ്പാണ് ഇത് പറയുന്നത് കേട്ടോ. So strong back legs help the kangaroo hop a long way. Then third question. Snakes dash in the grass. Snakes. ഇത് ഓർത്ത് വെക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. സ്നേക്സിൻ്റെത് എസ് ആണ്. അതിൻ്റെ മൂവ്മെൻറ്റും എന്തെന്നാണ്? എസ് വെച്ച് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സോ സ്നേക്സ് slither in the grass. Then what? Last, bees dash over flowers. Bees dash over flowers. എന്തെന്നാണ് വരിക? ഡീൻ്റെ ആൻസർ ഹോവർ അല്ലേ? തേനീച്ചയൊക്കെ എങ്ങനെയാണ് ഫ്ലവേഴ്സിലേക്ക് പോകുന്നത്? അതിൻ്റെ ആ മൂവ്മെൻറ്റിൻ്റെ പേരാണ് ഹോവർ. ഓക്കെ, സോ ബീസ് ഹോവർ ഓവർ ഫ്ലവേഴ്സ്. So let me read the answers once again. First one waddle, second one hope, third one slither, and fourth one hover. Okay, and let's move for the next exercise, and that is, we can see, turn the page. So page number 69. In page number 69 you can see fill in the blanks with the correct movement. Words. Remember to add ing at the end of words to write correct sentences. അപ്പം ഇനി അവർ പറയുകയാണേ, ശരി നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത എക്സസൈസ് ചെയ്തോളൂ. ഇതിപ്പോൾ നിങ്ങൾ ആ മൂവ്മെൻറ്റ്സ് അത് അങ്ങനെ തന്നെ അങ്ങ് എഴുതി. ഇനി അടുത്തത് നിങ്ങൾ എഴുതുമ്പോഴത്തേനും യു ഹാവ് ടു ആഡ് ing ടു ദ വേർഡ്. അപ്പോൾ ആ മൂവ്മെൻറ്റിന് ഉപയോഗിക്കുന്ന വേർഡിൻ്റെ കൂടെ നിങ്ങൾ ing കൂടി ആഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ടേ അത് ചെയ്യാവുള്ളൂ എന്നാണ് പറയുന്നത്. സോ വി ക്യാൻ ഗോ ഫോർ ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. Okay, so the next activity we can see that we can copy the questions. The penguins were dash in the ice. ഇവിടെ ഏതോ ഒരു മൂവ്മെൻറ്റ് എഴുതണം, ബട്ട് വി ഹാവ് ടു ആഡ് ing ഓൾസോ. അതിൻ്റെ കൂടെ ing ചേർത്ത് വേണം എഴുതാൻ. I saw some rabbits dash in the field. Okay, again, third, the
ducks were lazily, the ducks were lazily dash on the river bank. Next one, she got scared. She got scared when she saw a snake dash over the bushes. Dash over the bushes. Okay. So now we can go for the answers. The penguins were dash in the ice. The penguins were dash in the ice. What is the answer? Wobbling. What is it? Wobbling. Okay. WOBBLING. Wobbling. Next one. I saw some rabbits dash in the field. I saw some rabbits. റാബിറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് എന്തെന്നാണെന്ന് ഇറ്റ്സ് ഗിവൺ ഓൾറെഡി ദെയർ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. അതിന് മുന്നത്തെ പേജിനകത്ത് ആ ടേബിളിനകത്ത് റാബിറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ ആ മൂവ്മെൻറ്റിൻ്റെ കൂടെ ഒരു ING ചേർത്ത് എഴുതണം. സോ വി ക്യാൻ ഫൗണ്ട് ദ ആൻസർ ലൈക്ക് ഹോപ്പിംഗ് അല്ലേ. ഹോപ്പ് എന്നാണ് റാബിറ്റിൻ്റെത് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഐ ആഡഡ് ING. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ പിന്നെ ഇവിടെ വേറൊരു P വന്നല്ലോ. സംടൈംസ് വെൻ വി വോണ്ട് ടു ആഡ് ING ടു എ പർട്ടിക്കുലർ വേർഡ് വി നീഡ് ടു മേക്ക് സം particular changes, some changes for that word. നമ്മളൊരു വേർഡിൻ്റെ കൂടെ ING ആഡ് ചെയ്യുന്ന സമയത്ത് ആ വേർഡിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും ചില സമയത്ത്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഐ ആഡ് ആൻ എക്സ്ട്രാ P ഓവർ ദേർ. അതുകൊണ്ട് ഞാനൊരു എക്സ്ട്രാ P അവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഐ ഹാവ് റിട്ടൺ ING ഓൾസോ. ഓക്കെ, then what? The ducks were lazily what? Waddling. Waddle എന്നായിരുന്നു, അതപ്പോൾ waddling ആയി. Then what? She got scared when she saw a snake slithering. അല്ലേ, സ്ലിത്തർ എന്നല്ലായിരുന്നോ നമ്മൾ പഠിച്ചത്? ഇപ്പോൾ ING കൂടെ ചേർന്നപ്പോൾ എന്നതായി? Slithering. Okay, so thus we finished. So alhamdulillah, we have finished the vocabulary junction. So today in lesson 7 vocabulary junction, what I have taught you? I have taught you about some animal names and along with their movements. ഒരു കുറച്ച് ആനിമൽസിൻ്റെ പേരുകളും അതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതുമാണ് ടുഡേ ഐ ഹാവ് ടോട്ട് യു. ആൻഡ് ഐ ഹാഡ് മെയ്ഡ് യു ഡു 2 ആക്ടിവിറ്റീസ് ഓൾസോ. 2 ആക്ടിവിറ്റീസും നമ്മളിന്ന് ചെയ്തിട്ടുണ്ട്. യു ഹാവ് ടു ലേൺ ദിസ് ഫോർ യുവർ എക്സാമിനേഷൻ. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ ആൻഡ് ഇൻഷാല്ലാ I'll come with the phonics junction in the next video, in the next class. Till then, you take care. Assalamu alaikum.